ഞാൻ എന്നും അതിജീവിതയോടൊപ്പം തന്നെയാണ്. കാരണം അവരുടെ ആ പോരാട്ട മികവ് അവിടെയാണ് ഈ പറയപ്പെട്ട കുറ്റവിമുക്തനാക്കപ്പെട്ട അണ്ണന് തെറ്റിപ്പോയത്. ഇനി അയാൾ ശിക്ഷയ്ക്കപ്പെടുകയോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ ഇതിൻ്റെ സാധനങ്ങൾ ചെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർവേഡഡ് കാര്യങ്ങൾ ചെന്ന് അയാൾ ശിക്ഷിക്കപ്പെടുകയോ പെടാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നിരുന്നാലും ഞാൻ അതിജീവിതയോടൊപ്പം തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം അവരുടെ കണ്ണുകളിലുണ്ട് ആ തീ. കാരണം അവർ എന്നേ മരിച്ചു പോകേണ്ടതാണ്. അവർ ആ മരിച്ചു പോകാതെ ഇനി അവർ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അനങ്ങാതിരിക്കാമായിരുന്നു. അതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു പക്ഷേ ഇതിന്റെ നടത്തിപ്പുകാരോ കുറ്റവിമുക്തനാക്കപ്പെട്ടവരെ ഇനി നമുക്ക് കുറ്റവാളി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവൻ ആ മഹാനുഭാവൻ ആരോ അവൻ ഉദ്ദേശിച്ചത് എന്താണ്? ഇവൾ ഇത് കണ്ടും മിണ്ടാതിരിക്കണം. ഇവളുടെ നഗ്ന വീഡിയോസും ഇവളുടെ റേപ്പ് വീഡിയോസും ഒക്കെ കാണിച്ച് കാരണം ഇവളുടെ കല്യാണം, പിന്നെ ഇവളുടെ അച്ഛൻ മരിച്ചൊരവസ്ഥയിലായിരുന്നു, പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ, മര്യാദയ്ക്ക് വേണമെങ്കിൽ ഒതുങ്ങി കുറെ സിനിമകളിലൊക്കെ ഈ വൃത്തിയേട്ടവരെയൊക്കെ കൂടെ അഭിനയിച്ച് തീർക്കാം. ഇല്ലെങ്കിൽ കല്യാണത്തോടുകൂടി ഫീൽഡ് ഔട്ടായി വേറെ നാടുകളിൽ പോയി ജീവിക്കാം. ഇതായിരുന്നു അവരുടെ യഥാർത്ഥ പ്ലാൻ. പക്ഷെ അവര് നല്ല തടലുള്ള സ്ത്രീയായിരുന്നു. അവർ ഒരൊറ്റ തന്തയുള്ളതാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ഒറ്റ തന്തയുള്ളൂ എന്ന് പറഞ്ഞാലും അവരുടെ അച്ഛൻ്റെ വീര്യം അവർക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതുകൊണ്ടാണ് അവർ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഇനി ആര് കൂട്ടത്തില്ലെന്ന് പറഞ്ഞാലും അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമായിരുന്നു. കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു ആത്മബലം വേണമാക്കില്ല. ഇങ്ങനൊരു കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ. അവർ മരിച്ചില്ലല്ലോടോ, അവർ ഇന്നും ജീവിക്കുന്നില്ലേ അന്തസ്സായിട്ട്. നല്ല ചിരി, ആ ചിരി അന്ന് ആദ്യമായിട്ട് ഞാൻ അവരുടെ സിനിമ കാണുമ്പോഴുണ്ടായിരുന്ന അതേ ചിരി അവർ ഇന്നും അവരുടെ ചുണ്ടിൽ വിരിയിക്കുന്നുണ്ട്.